വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവൻ മിഷൻ ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ ബിൽ ഇതോടെ നിയമമായി. ഈ പുതിയ പദ്ധതി പ്രകാരം തൊഴിലുറപ്പ് ഒരു സാമ്പത്തിക വർഷത്തിൽ 125 ദിവസമായി വർദ്ധിപ്പിച്ചു. ശാക്തീകരണം ഉൾക്കൊള്ളുന്ന വളർച്ച, എല്ലാ വികസന പദ്ധതികളും ഏകീകരിക്കൽ, സേവന വിതരണത്തിന്റെ പൂർണ്ണത എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ സമൃദ്ധവും കരുത്തുറ്റതുമായ സ്വയം പര്യാപ്ത ഗ്രാമീണ ഇന്ത്യ എന്ന ലക്ഷ്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുകയാണ് നിയമത്തിന്റെ ലക്ഷ്യമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. മുൻപുണ്ടായിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമാണ് VBG റാംജി നടപ്പിലാക്കുന്നത്. കടുത്ത പ്രതിപക്ഷ എതിർപ്പിനിടെയാണ് ബിൽ ഇരുസഭകളും പാസാക്കിയത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണിതെന്നും ജനങ്ങളെ പിച്ചക്കാരനാക്കാനാണ് ഈ ബിൽ കൊണ്ടുവന്നതും എന്നാണ്. പദ്ധതിയുടെ പേര് മാറ്റിയതിനൊപ്പം സംസ്ഥാനങ്ങൾക്ക് 40% സാമ്പത്തിക ബാധ്യത കൈമാറുന്നതുൾപ്പെടെയുള്ള നിർണായക മാറ്റങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. കഴിഞ്ഞ 20 വർഷമായി തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതന ചിലവ് പൂർണ്ണമായും കേന്ദ്രമാണ് വഹിച്ചിരുന്നത്. എന്നാൽ പുതിയ നിയമപ്രകാരം വലിയ സംസ്ഥാനങ്ങൾ പദ്ധതി ചെലവിന്റെ 40% വഹിക്കേണ്ടതായി വരും. 11 വടക്ക് കിഴക്കൻ മലയോര സംസ്ഥാനങ്ങൾ ചെലവിന്റെ 10% വഹിച്ചാൽ മതിയാകും. കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ചെലവ് പൂർണ്ണമായും കേന്ദ്രം തന്നെ നിർവഹിക്കും. അതോടൊപ്പം കാർഷിക മേഖലയിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനായി വിതയ്ക്കുന്ന സമയത്തും കൊയ്ത്തുകാലത്തും തൊഴിലുറപ്പ് ജോലികൾ നിർത്തിവെക്കും. വർഷത്തിൽ 60 ദിവസം വരെ ഇത്തരത്തിൽ തൊഴിൽ നൽകില്ല. ഈ കാലയളവ് സംസ്ഥാന സർക്കാരുകൾക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ നിയമം അധികാരം നൽകുന്നു. ജോലി പൂർത്തിയാക്കി ഒരാഴ്ചയ്ക്കുള്ളിലോ പരമാവധി 15 ദിവസങ്ങൾക്കുള്ളിലോ വേതനം നൽകണമെന്നാണ് നിയമത്തിന്റെ വ്യവസ്ഥ. നിശ്ചിത കാലയളവിനപ്പുറം കാലതാമസം നേരിടുന്ന സാഹചര്യത്തിൽ ഷെഡ്യൂൾ 11 പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയ്ക്കനുസൃതമായ കാലതാമസത്തിന് നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. ഇതിലൂടെ വേതന സുരക്ഷ ശക്തിപ്പെടുത്തുകയും തൊഴിലാളികളെ കാലതാമസത്താലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു.